പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠം പടക്കളത്തിലേക്ക് ഒന്ന് പരിശോധിച്ചാലോ. എഴുത്തച്ഛൻ്റെ ഒരു കാവ്യമാണ് ഇത്. എഴുത്തച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലേ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻ പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. യഥാർത്ഥ പേര് കൃത്യമായിട്ട് അറിയില്ല. രാമാനുജൻ എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ആധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഭാരതം കിളിപ്പാട്ട്, ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം എന്നിവയാണ്. മഹാഭാരതം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗം. കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. യുദ്ധത്തിനായി പാണ്ഡവപ്പടയും കൗരവപ്പടയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് എത്തുന്നത് നേരിൽ കാണുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണ പർവ്വത്തിലെ കുറച്ച് വരികളാണ് ഇവ. പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻ മലകൾ നടക്കുന്നതുപോലെ, വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്നു വെള്ളക്കുതിരകൾ. യുദ്ധക്കളത്തിൽ അണിഞ്ഞൊരുങ്ങിയ ആനകൾ, മുൾത്തടി എന്ന് പറയുന്ന ഒരു ആയുധമാണ് കേട്ടോ. അതുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ, ഈ മുൾത്തടി കൊണ്ട് ഈ ആനകൾ നടക്കുന്നത് കാണുമ്പോൾ പൊന്നിൻ മലകൾ നടക്കുകയാണോ എന്ന് കവി സംശയിക്കുകയാണ്. യുദ്ധക്കളത്തിൽ അണിഞ്ഞൊരുങ്ങിയ ആനകൾ മുൾത്തടി കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെയാണോ എന്ന് തോന്നുന്നു. വെള്ളക്കുതിരകൾ തിരമാലകൾ തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്നു. വെള്ളക്കുതിരകൾ എന്തു ചെയ്യുന്നു? തിരമാലകൾ തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുകയാണ് വെള്ളക്കുതിരകൾ. മുമ്പിൽ കാലാൾപ്പടയും വലിയ ശബ്ദത്തോടെ അലറുന്ന പെരുമ്പറയുടെയും ബേരിയും, വലിയ കടൽ പോലെ വൻ സൈന്യം അലർച്ചയോടെ അടുത്തു. വമ്പോടലറും പടഹവും ബേരിയും വൻകടൽ പോലെ പരന്നിതു വമ്പട ഹുങ്കാരമോടടുക്കുന്നതു നേരം. ദിക്കുകളൊക്കെ മറഞ്ഞു പൊടികൊണ്ടു ചക്രം തിരിഞ്ഞിതു കൗരവ സൈന്യം. ഈ സമയത്ത് ദിക്കുകൾ പൊടികൊണ്ട് മറഞ്ഞു. അപ്പോൾ ഈ കുതിരയുടെയും കാലാൾപ്പടയുടെയും ആനയും അങ്ങനെ എല്ലാവരും ആ യുദ്ധക്കളത്തിലുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ എല്ലാം ബഹളം കൊണ്ട് പൊടിയെല്ലാം പറന്നിട്ട് ദിക്കുകൾ ആർക്കും മനസ്സിലാകുന്നില്ല. കൗരവ സൈന്യത്തിന് ദിക്ക് ഏതാണെന്ന് മനസ്സിലാകാതെ ചക്രം തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദിക്ക് ഏതാണെന്ന്. കൗരവ സൈന്യം ഒന്നും മനസ്സിലാക്കാതെ കുഴങ്ങി എന്നാണ് അർത്ഥം. വില്ലാളി വീരനാം ദ്രോണരതു കണ്ടു നില്ലാപ്പട നമുക്കൊന്നൊറിച്ചിടിനാൻ, ചൊല്ലിനാൽ മറ്റുള്ളവരോടിതു കാണുക നല്ല വരവു ഭയങ്കരമെത്രയും എല്ലാവരും ഒരുമിച്ചു നിന്നിടുവിൻ. തുടർന്ന് വില്ലാളി വീരനായ ദ്രോണാചാര്യർ തൻ്റെ സൈന്യത്തെ അല്ലെങ്കിൽ കൗരവ സൈന്യത്തെ ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം വില്ലാളി വീരനായിട്ടുള്ള ദ്രോണർ കൗരവ സൈന്യത്തെ ഉറപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച. പാണ്ഡവസേനയുടെ വരവ് കാണുകയാണ്. എത്ര ഭയങ്കരമായ വരവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര ഭയങ്കരമായ വരവാണ് അവരുടേതെന്ന് ദ്രോണാചാര്യർ പറയുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, നല്ല ആനകളെ മുന്നിൽ നിർത്തുക, നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവാൻ ദ്രോണർ പറയുകയാണ്, മറ്റുള്ളവരോട് പറയാണ്, നല്ല ആനകളെ ഏറ്റവും മുന്നിലായിട്ട് നിർത്തുക. വളരെ വേഗത്തിൽ പൊടിപടലം അകറ്റിയിടണം. അവിടെ നിറയെ പൊടിയാണ്, അതുകൊണ്ട് ദിക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ വേഗത്തിൽ ആ പൊടിപടലമെല്ലാം മാറ്റണം. സമർത്ഥരായ പടയാളികളെ ഒന്നിച്ചു നിർത്തണം. വല്ലഭമുള്ളവർ ഒന്നിച്ചു കൂടുവിൻ. നല്ല സമർത്ഥരായ യുദ്ധസേനാനികളെ അല്ലെങ്കിൽ യുദ്ധ പടയാളികളെ ഒന്നിച്ചു നിർത്താനായിട്ട് ദ്രോണാചാര്യർ പറയുന്നു. അപ്പോൾ ഈ കാവ്യഭാഗത്ത് നമ്മൾ ഏതെല്ലാം പടയെക്കുറിച്ച് പറയുന്നുണ്ട്? കാലാൾപ്പടയെക്കുറിച്ച് പറയുന്നുണ്ട്,
പിന്നെ കുതിര സൈന്യമുണ്ട് അല്ലേ, കുതിര സൈന്യമുണ്ട്. പിന്നെ വേറെ ഏതാ ഉള്ളത്? ആനപ്പടയുണ്ട്. ആനക്ക് മറ്റൊരു പദം പറഞ്ഞേ, ഗജം. എന്താണ്? ഗജമാണ് ആന. വായിക്കാം, കണ്ടെത്താം. വെള്ളക്കുതിരകളെ ഈ കാവ്യഭാഗത്ത് എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? മൂന്നാമത്തെ വരിയിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്നു വെള്ളക്കുതിരകൾ. എങ്ങനെയാണ്? വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ, വെള്ളം ഈ കടലിലെ തിര തള്ളിയെടുക്കുന്നത് പോലെ തുള്ളിക്കളിക്കുകയാണ് വെള്ളക്കുതിരകൾ. യുദ്ധസന്നാഹത്തെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? മുമ്പിൽ കാലാൾപ്പട, വലിയ ശബ്ദത്തോടെ അലറുന്ന പെരുമ്പറയുടെയും ബേരിയും, വലിയ കടൽ പോലെ വൻ സൈന്യം അലർച്ചയോടെ അടുത്തു. ഒന്നുകൂടി പറഞ്ഞു തരാം. മുമ്പിൽ കാലാൾപ്പട, വലിയ ശബ്ദത്തോടെ അലറുന്ന പെരുമ്പറ, ബേരി, വലിയ കടൽ പോലെ വൻ സൈന്യം അലർച്ചയോടെ അടുക്കുന്നു. കൗരവപ്പടയ്ക്ക് ദ്രോണർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം? അപ്പോൾ ദ്രോണാചാര്യർ, വില്ലാളി വീരനായ ദ്രോണാചാര്യർ കുറച്ച് നിർദ്ദേശങ്ങൾ ഈ കൗരവ സൈന്യത്തിൽ, കൗരവ പടക്ക് നൽകുന്നുണ്ട്. ഒന്നാമത്, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. നല്ല ആനകളെ മുന്നിൽ നിർത്തുക. വളരെ വേഗത്തിൽ പൊടിപടലം അകറ്റുക. സമർത്ഥരായ പടയാളികളെല്ലാം ഒന്നിച്ചു നിൽക്കുക. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നല്ല ആനകളെ മുന്നിൽ നിർത്തണം. വളരെ വേഗത്തിൽ പൊടിപടലം മാറ്റണം. സമർത്ഥരായ പടയാളികളെല്ലാം ഒന്നിച്ചു നിൽക്കണം. ആവർത്തന ഭംഗി ആസ്വദിക്കാം. വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ. ഇവിടെ ചില പദങ്ങളും അക്ഷരങ്ങളും ആവർത്തിച്ച് വരുന്നുണ്ട്. അത് ഈ കവിതയ്ക്ക് എത്രമാത്രം സൗന്ദര്യം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് കവിതയ്ക്ക് ശബ്ദഭംഗിയും ചൊല്ലഴകുമാണ് കൊടുക്കുന്നത്. ഈ ആവർത്തിച്ച് വരുന്ന പദങ്ങളും അക്ഷരങ്ങളും കവിതയ്ക്ക് ശബ്ദഭംഗിയും ചൊല്ലഴകും നൽകുന്നു. ആവർത്തിച്ച് വരുന്ന പദങ്ങളും അക്ഷരങ്ങളും കൂട്ടുകാർ കണ്ടെത്തണം കേട്ടോ. തത്സമയ വിവരണം തയ്യാറാക്കാം. കൂട്ടുകാർ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു വാർത്താ ചാനലിന് വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഒരു തത്സമയ റിപ്പോർട്ട് നിങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് കരുതുക. അവിടെ ഒരു മാതൃക മാത്രം ഞാൻ പറഞ്ഞു തരുന്നു. ഞാനിപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് നിൽക്കുന്നത്. പാണ്ഡവ സൈന്യവും കൗരവ സൈന്യവും യുദ്ധത്തിനുള്ള ഒരുക്കത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും യുദ്ധം ആരംഭിക്കാം. യുദ്ധസന്നദ്ധരായ പാണ്ഡവപ്പടയെ കണ്ട് കൗരവപ്പട അന്താളിച്ച് നിൽക്കുകയാണ്. പൊന്നിന്മല നിൽക്കുന്നത് പോലെയാണ് പൊന്നണിഞ്ഞ ആനകളെ കണ്ടാൽ തോന്നുന്നത്. തിരമാല കണക്കെ തള്ളിക്കയറുകയാണ് വെള്ളക്കുതിരകൾ. കാലാൾപ്പട, കൊമ്പുവിളി, കുഴൽവിളി ഇവ മൂലം ആകെ ഭീകരമായ അന്തരീക്ഷം ഇവിടെ ഉണ്ട്. കുതിരയും കാലാൾപ്പടയും ഇളകിമറിയുന്നതിനാൽ നല്ല രീതിയിൽ പൊടി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് കാഴ്ചകൾക്ക് മങ്ങലുണ്ട്. കൗരവ സൈന്യത്തെ യുദ്ധസജ്ജരാക്കാൻ ദ്രോണാചാര്യർ ശ്രമിക്കുന്നു. നല്ല ആനകൾ ദ്രോണരുടെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. കൊമ്പുവിളി മുഴങ്ങി. ഉടൻ യുദ്ധം ആരംഭിക്കും. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് റിപ്പോർട്ടർ അർജുൻ. സവിശേഷതകൾ കണ്ടെത്താം. എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിലെയും മഹാഭാരതത്തിലെയും 4 വരികൾ വീതമാണ് തന്നിരിക്കുന്നത്. ഈ കവിതാഭാഗങ്ങളും പാഠഭാഗവും മുൻനിർത്തി എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 4 വരികൾ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലേതാണ്. അടുത്ത 4 വരികൾ മഹാഭാരതം കിളിപ്പാട്ടിലേതാണ്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് സീത കാണുന്നത്. സ്വർണ്ണ നിറമുള്ള മാനെ കണ്ടപ്പോഴുള്ള സീതക്കുണ്ടായ വിസ്മയം ചിത്രം ചിത്രം എന്ന പദപ്രയോഗത്തിലുണ്ട്. രത്നഭൂഷിതം, കനകമയമൃഗം എന്നീ പദപ്രയോഗങ്ങളിലൂടെ മാനിൻ്റെ
സൗന്ദര്യം പറയുന്നു. മാനോട് തോന്നിയ കൗതുകവും അതിനെ തനിക്ക് വേണമെന്ന ആഗ്രഹവും ഈ വരികളിലൂടെ വ്യക്തമാക്കാൻ എഴുത്തച്ഛന് കഴിഞ്ഞിട്ടുണ്ട്. മഹാഭാരതം കിളിപ്പാട്ടിലെ അഭിമന്യുവിൻ്റെ മരണം കണ്ടിട്ട് ഗാന്ധാരി വിലപിക്കുന്നതാണ് സന്ദർഭം. മരതക കല്ല് പോലെ സുന്ദരനും കൗമാരക്കാരനുമായ അർജുനൻ്റെ മകൻ അഭിമന്യു രക്തത്തിൽ മുങ്ങി കുളിച്ചു കിടക്കുന്ന കാഴ്ച. ഈ വരികളിലെ കല്യാണരൂപൻ, വല്ലഭി വല്ലഭൻ എന്നീ പ്രയോഗങ്ങൾ കവിതയുടെ ഭംഗി വർദ്ധിക്കാൻ കാരണമാകുന്നു. എഴുത്തച്ഛൻ്റെ കൃതികൾ ലളിതമായ ഭാഷ, മനോഹരമായ ഈണം, കാവ്യഭംഗി എന്നിവ ഉള്ളതാണ്. ഏതൊരു കാര്യവും നേരിൽ കാണുന്നത് പോലെയാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത്. ഈ കാവ്യഭാഗങ്ങളിലെ പദപ്രയോഗങ്ങൾ കവിതയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഉപന്യാസം തയ്യാറാക്കാം. മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. മാതൃഭാഷയിലൂടെയാണ് ഒരു കുട്ടി തൻ്റെ ചുറ്റുപാടിനെ തിരിച്ചറിയുന്നത്. വികാരങ്ങളും വിചാരങ്ങളും ആവിഷ്കരിക്കുന്നതും മാതൃഭാഷയിലൂടെയാണ്. മാതൃഭാഷ അവൻ്റെ മാതാവ് പോലെയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കം മലയാള ഭാഷയ്ക്കുണ്ട്. മലയാള ഭാഷയുടെ സൗന്ദര്യം കാവ്യനർത്തകി എന്ന കവിതയിൽ ചങ്ങമ്പുഴ അവതരിപ്പിച്ചിരിക്കുന്നു. മലയാള കവിത ഒരു നർത്തകിയായിട്ടാണ് കവിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ദേശഭേദമനുസരിച്ച് മലയാള ഭാഷയിൽ വ്യത്യാസങ്ങൾ കാണാം. 6 മലയാളിക്ക് 100 ഭാഷ എന്ന ചൊല്ലു തന്നെയുണ്ട്. കുഞ്ഞുണ്ണി മാഷ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത്. ഓരോ വാക്കും കൃത്യമായിരിക്കണം. മഹാന്മാരുടെ വാക്കുകൾ തലമുറകൾക്ക് വഴികാട്ടിയാകും. നല്ല വാക്കുകൾ ചിന്തിച്ച് ഉപയോഗിക്കുവാൻ നമുക്ക് പരിശ്രമിക്കണം. മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ്റെ കൃതികളിൽ ഭാഷയുടെ സൗന്ദര്യം കാണാം. കേരളത്തിൽ പൊതുവായ ഒരു ഭാഷ കൊണ്ടുവന്നത് എഴുത്തച്ഛനാണ്. തലമുറകളിൽ നിന്ന് സംസ്കാരം കൈമാറ്റപ്പെടുന്നു. അടുത്ത ചോദ്യം, യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാം. കുരുക്ഷേത്ര യുദ്ധത്തെയാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത്. മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തുന്ന യുദ്ധങ്ങൾ ഇന്നും നടക്കുന്നു. ഇതിനെതിരെ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കുക. ഇതിനായി പോസ്റ്ററുകളും പ്ലക്കാർഡുകളും മുദ്രാഗീതങ്ങളും തയ്യാറാക്കുക. ക്ലാസ്, സ്കൂൾ തല, നവമാധ്യമ ഗ്രൂപ്പുകളിൽ ഇവ പങ്കുവയ്ക്കുക. ഉദാഹരണമായിട്ട് പറയാം, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം വേണ്ട, സമാധാനം മതി. ഇനി വരുന്ന തലമുറയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാൻ യുദ്ധം അവസാനിപ്പിക്കൂ. വെടിയുണ്ടയല്ല, സമാധാനമാണ് സന്ദേശം. യുദ്ധം ലോകത്തെ നശിപ്പിക്കുന്നു, സമാധാനം ലോകത്തെ സംരക്ഷിക്കുന്നു. ഇനി യുദ്ധവിരുദ്ധ ചിത്രങ്ങൾ കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഗസയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ചിത്രങ്ങളാണ്. ഈ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഉടൻ തന്നെ അടുത്തൊരു ക്ലാസ്സുമായി കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉടൻ തന്നെ അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക് യു.